ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു KP's Tech. വളരെ കാലമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വി ലുക്കപ്പ്, എച്ച് ലുക്കപ്പ്, ഇൻഡെക്സ്, മാച്ച് എന്നീ എക്സൽ ഫംഗ്ഷനുകൾക്കെല്ലാം പകരമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സിംഗിൾ ഫംഗ്ഷനാണ് എക്സ് ലുക്കപ്പ്. മൈക്രോസോഫ്റ്റ് എക്സൽ 365 വേർഷനിൽ മാത്രമാണ് ഇപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. മറ്റ് എക്സൽ വേർഷനുകളിലൊന്നും ഇപ്പോൾ ലഭ്യമല്ല. ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മൈക്രോസോഫ്റ്റ് എക്സൽ 365 വേർഷനിൽ ഉപയോഗിക്കാവുന്നത് വെബ് വേർഷൻ ലഭ്യമാണ്. അതിനുമായിട്ട് നിങ്ങൾ office.com എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. മൈക്രോസോഫ്റ്റ് ID ക്രിയേറ്റ് ചെയ്ത് ഫ്രീ ആയിട്ട് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ഈ എക്സൽ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്കിത് അവൈലബിൾ ആയിരിക്കും. ഇനി എന്തൊക്കെയാണ് നമുക്ക് എക്സ് ലുക്കപ്പിൽ ചെയ്യാൻ കഴിയുന്നത്, എന്തൊക്കെയാണ് വി ലുക്കപ്പുമായിട്ടുള്ള ഡിഫറൻസ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു എക്സൽ ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഇതാണ് എക്സ് ലുക്കപ്പിന്റെ സിൻടാക്സ്. എക്സ് ലുക്കപ്പിന് ഈ ഫസ്റ്റ് കാണുന്ന 3 ആർഗ്യുമെന്റ്സ് കമ്പൽസറി ആണ്. നെക്സ്റ്റ് 3 ആർഗ്യുമെന്റ്സ് നമുക്ക് ഓപ്ഷണലാണ്. ഇവിടെ എക്സ് ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്താണോ ലുക്ക് ചെയ്യേണ്ടത്, എന്താണോ സെർച്ച് ചെയ്യേണ്ടത്, അതാണ് ലുക്കപ്പ് വാല്യൂ. ലുക്കപ്പ് അറേ എന്ന് പറയുന്നത് എവിടെയാണോ ഇത് സെർച്ച് ചെയ്യേണ്ടത് ആ റേഞ്ചാണ് ലുക്കപ്പ് അറേ എന്ന് പറയുന്നത്. റിട്ടേൺ അറേ എന്ന് പറയുന്നത് ഇത് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് എന്ത് റിസൾട്ട് ആണോ ലഭ്യമാക്കേണ്ടത് ആ റേഞ്ചിനെയാണ് റിട്ടേൺ അറേ എന്ന് പറയുന്നത്. ഇഫ് നോട്ട് ഫൗണ്ട് ഇത് ഓപ്ഷണലാണ്. ഇത് നമ്മൾ സെർച്ച് ചെയ്ത് എക്സ് ലുക്കപ്പിലൂടെ സെർച്ച് ചെയ്ത് ഫൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നോട്ട് അവൈലബിൾ എന്നുള്ള എറർ മെസ്സേജ് വരും സാധാരണ വി ലുക്കപ്പിലെല്ലാം. അതുപോലെ എറർ മെസ്സേജ് ആണെങ്കിൽ ഇഫ് നോട്ട് ഫൗണ്ട് എന്നാണെങ്കിൽ എന്ത് ചെയ്യണം അത് നമുക്കിവിടെ സ്പെസിഫൈ ചെയ്യാം. അടുത്ത ഓപ്ഷനാണ് മാച്ച് മോഡ്. മാച്ച് മോഡിൽ എക്സാക്ട് മാച്ച് ഉണ്ട്, എക്സാക്ട് മാച്ച് ഓർ നെക്സ്റ്റ് സ്മോളർ ഐറ്റം, എക്സാക്ട് മാച്ച് ഓർ നെക്സ്റ്റ് ലാർജർ ഐറ്റം, വൈൽഡ് കാർഡ് ക്യാരക്ടേഴ്സ് മാച്ച് എന്നുള്ളതാണ് അതിൽ വരുന്നത്. സെർച്ച് മോഡ് എന്നുള്ളതാണ് നെക്സ്റ്റ്. സെർച്ച് ഫസ്റ്റ് ടു ലാസ്റ്റ്, സെർച്ച് ലാസ്റ്റ് ടു ഫസ്റ്റ്, ബൈനറി സെർച്ച്, സോർട്ടഡ് അസെൻഡിങ് ഓർഡർ, ബൈനറി സെർച്ച്, സോർട്ടഡ് ഡിസെൻഡിങ് ഓർഡർ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ സിൻടാക്സിൽ വരുന്നത്. ഇനി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇതൊരു മാർക്സ് ടേബിളാണ്. ഇതിൽ മാർക്കുണ്ട്, നെയിം ഓഫ് സ്റ്റുഡൻറ്റ്, മാർക്സ് ഇൻ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ഒരു ടേബിളുണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ ഫിസിക്സിൻ്റെ മാർക്ക് നമുക്ക് കിട്ടണം. അതിനായിട്ട് നമ്മൾ ഈക്വൽ ടു കൊടുത്തു എക്സ് ലുക്കപ്പ്. ദെൻ എന്താണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത്, കോമ. നെക്സ്റ്റ് പറയുന്നത് ലുക്കപ്പ് അറേ, എവിടെയാണ് സെർച്ച് ചെയ്യേണ്ടത്. നമ്മൾ നെയിം കോളം കൊടുത്തു. നെക്സ്റ്റ് റിട്ടേൺ അറേ, എന്നിട്ട് എന്താണ് റിട്ടേൺ ചെയ്യേണ്ടത്, ഫിസിക്സിൻ്റെ മാർക്കാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഫിസിക്സ് മാർക്ക് ഉള്ളത് സിയിലാണ്. ഇത് സെലക്ട് ചെയ്തു. ഇതൊരു നോർമൽ എക്സ് ലുക്കപ്പാണ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. നമുക്ക് 69 എന്ന് കിട്ടി. 69. ഇതാണ് ഒരു എക്സ് ലുക്കപ്പിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോം. നമ്മൾ വി ലുക്കപ്പ് കൊടുക്കുമ്പോൾ വി ലുക്കപ്പ് ഈ റേഞ്ച് കൊടുത്തു, അതിൽ 1 or 2 അങ്ങനെ നമുക്ക് സ്പെസിഫൈ ചെയ്യണം. പക്ഷേ ഇവിടെ നമുക്ക് രണ്ടും 2 റേഞ്ചിലായിട്ട് കൊടുക്കാം. എവിടെയാണോ സെർച്ച് ചെയ്യേണ്ടത് അത് കോമ, ഏത് റിസൾട്ടാണോ കിട്ടേണ്ടത് അത്. നമുക്ക് 69 കിട്ടിയിരിക്കുന്നു. ഇനി ഞാൻ ഇത് സെയിം തന്നെ ഒരു വി ലുക്കപ്പ് വെച്ച് ചെയ്യാം. ഈക്വൽ ടു വി ലുക്കപ്പ് ഈ നെയിം, ഫുൾ റേഞ്ച് കൊടുത്തു, കോമ 3,0. തേർഡ് കോളത്തിലാണ്, അതുകൊണ്ട് 3 കൊടുത്തു. 69 അത് വി ലുക്കപ്പ് വെച്ചും നമ്മൾ ചെയ്തു, എക്സ് ലുക്കപ്പ് വെച്ചും ചെയ്തു. സപ്പോസ് നമ്മൾ ഈ കോളം ഡിലീറ്റ് ചെയ്യുന്നു. ഇതിപ്പോൾ നമ്മൾ ഫിസിക്സ് മാർക്കാണ് ഇവിടെ എടുത്തത്, ഇതിനിടയിലുള്ളൊരു കോളം ഡിലീറ്റ് ചെയ്യുന്നു. ഇവിടെ വി ലുക്കപ്പിൻ്റെ വാല്യൂ മാറി, അത് നെക്സ്റ്റ് കോളത്തിലേക്ക് പോയി. പക്ഷേ നമുക്ക് എക്സ് ലുക്കപ്പ് സെയിം കോളം തന്നെ കിട്ടുന്നു. ഇങ്ങനെ ഒരു വ്യത്യാസം നമുക്ക് കാണാം. അതുപോലെ ഈ കോളംസ് നമ്മൾ എക്സ് ലുക്കപ്പ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ റേഞ്ച് ലുക്കപ്പ് അറേ ആൻഡ് റിട്ടേൺ അറേ ഇത് A2 മുതൽ A15, അതുപോലെ B2 മുതൽ B15, ഇത് 2 റേഞ്ചും സെയിം ആയിരിക്കണം. സപ്പോസ് ഞാനിപ്പോൾ A2 മുതൽ A15 B2 എന്നുള്ളത് മാറി 2 മുതൽ ഞാൻ B16 എന്നോ
അല്ലെങ്കിൽ 14 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് എറർ വരും. ഇത് കറക്റ്റ് റേഞ്ച് ആയിരിക്കണം. A2 മുതൽ F15 വരെ ആണെങ്കിൽ B2 മുതൽ B15 വരെ, അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള റേഞ്ച് കൊടുത്താൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. ഇതാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫോം. ഇനി നമുക്ക് ഇത് ലെഫ്റ്റിലേക്ക് സെർച്ച് ചെയ്യുന്നത്, സാധാരണ VLOOKUP കൊടുത്താൽ നമുക്ക് ഈ നെയിം കൊടുത്തിട്ട് ഇവിടെ ലെഫ്റ്റിലുള്ള വാല്യൂ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് XLOOKUPൽ ലെഫ്റ്റ് റൈറ്റ് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് നമ്മുടെ എക്സൽ ഷീറ്റിലുള്ള ഏത് കോളത്തിൽ നിന്ന് വേണമെങ്കിലും വാല്യൂ പിക്ക് ചെയ്യാൻ കഴിയും. ഇവിടെ ഞാനിപ്പോൾ XLOOKUP നെയിം, ഈ നെയിം കൊടുത്തു. ലുക്കപ്പ് അറേ, നമുക്ക് വാല്യൂ കിട്ടേണ്ടത്, റിട്ടേൺ അറേ കിട്ടേണ്ടത് ഫിസിക്സ് ഓർ മാത്സ് കൊടുത്തു. ഇപ്പോൾ ലെഫ്റ്റിലേക്കാണ് കൊടുക്കുന്നത്. എൻ്റർ ചെയ്തു. 72 സ്കോട്ടിൻ്റെ മാർക്ക്, സ്കോട്ട് 72 ആണ് മാത്സിനുള്ളത്. ഇങ്ങനെ നമുക്ക് ലെഫ്റ്റിലും റൈറ്റിലും എവിടെ വേണമെങ്കിലും നമുക്ക് റിട്ടേൺ അറേ ആയിട്ടുള്ളത് റേഞ്ച് കൊടുക്കാൻ കഴിയും. നമുക്ക് അടുത്തതായിട്ട് ഒരു റേഞ്ച് വാല്യൂ കിട്ടണം. ഇത് നെയിമും മാർക്കുമാണ്. ഇത് നമ്മളിവിടെ നെയിം കൊടുത്തു. ഗ്രെഗിൻ്റെ മാർക്ക് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടണം. അതിനായിട്ട് XLOOKUP നെയിം കൊടുത്തു. ലുക്കപ്പ് അറേ എന്ന് പറയുന്നത് ഇവിടെയാണ് ലുക്ക് ചെയ്യേണ്ടത്. കോമ, നമുക്ക് ഫുൾ റേഞ്ച് വേണം അടുത്തത്. ഈ ഫുൾ റേഞ്ച് സെലക്ട് ചെയ്തു. അപ്പോൾ ഗ്രെഗിൻ്റെ മാർക്ക് 21, 94, 81 ആണ്. അത് നമുക്ക് ഒരു റേഞ്ച് ഫുള്ളായിട്ട് സെലക്ട് ചെയ്യാൻ കഴിയും. ഒരു സെല്ലിൽ അല്ലെങ്കിൽ ഒരു കോളത്തിൽ മാത്രമല്ല, നമുക്കിതുപോലെ ഒരു റേഞ്ച് മൊത്തത്തിൽ ഒരു ഫോർമുലയിൽ അപ്ലൈ ചെയ്യാൻ കഴിയും. ഇവിടെ നമുക്ക് ഫോർമുല ഇവിടെ എഡിറ്റ് ചെയ്യാം. ഇവിടെയാണ് നമ്മൾ ഫോർമുല ടൈപ്പ് ചെയ്തത്. ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ ഈ കോളത്തിലൊന്നും നമ്മൾ F2 പ്രസ് ചെയ്താൽ ഫോർമുല എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. ഇതാണ് മറ്റൊരു വ്യത്യാസമായിട്ട് കാണുന്നത്. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇഫ് നോട്ട് ഫൗണ്ട് എന്ന കാറ്റഗറിയിൽ വരുമ്പോൾ എന്ത് ചെയ്യണം. ഇഫ് നോട്ട് ഫൗണ്ട് എന്ന് വരുമ്പോൾ എറർ വരാതെ നമുക്ക് എങ്ങനെ, VLOOKUPലാണെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്തത് ഫൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നോട്ട് അവൈലബിൾ എന്ന് കാണിക്കും, NA എന്ന് കാണിക്കും. ഇത് നമുക്ക് ഇതുപോലുള്ള എറർ കാണിക്കാതിരിക്കാൻ XLOOKUPൽ ഓപ്ഷനുണ്ട്. XLOOKUP സ്കോട്ട് കോമ മാത്സിൻ്റെ മാർക്കാണ് വേണ്ടത്. നമ്മൾ ആ റേഞ്ച് കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇപ്പോൾ 72 ആണ് സ്കോട്ടിൻ്റെ മാർക്ക്. അത് നമുക്ക് അവിടെ കിട്ടിയിരിക്കുന്നു. ഇൻ കേസ് ഇവിടെ സ്കോട്ട് എന്ന പേരില്ല, ഈ സ്കോട്ട് എന്ന പേരില്ല എങ്കിൽ ഇതുപോലെ നമുക്ക് എറർ മെസ്സേജ് വരും. ഈ എറർ മെസ്സേജ് വരണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് XLOOKUPൽ ഓപ്ഷനുണ്ട്. നെക്സ്റ്റ് ഇഫ് നോട്ട് ഫൗണ്ട് എന്താണ് നമുക്ക് കാണിക്കേണ്ടത്. അത് നമ്മളവിടെ ഒരു ഇൻവെർട്ടർ കോമയിൽ നെയിം നോട്ട് ഫൗണ്ട് എന്നോ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് വെക്കാം. അതല്ലെങ്കിൽ നമുക്കൊരു മറ്റൊരു ഫോർമുല അവിടെ അപ്ലൈ ചെയ്യാം. നോട്ട് ഫൗണ്ട് ആണെങ്കിൽ ആ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറയാം. നെയിം നോട്ട് ഫൗണ്ട്. സ്കോട്ട് എന്ന പേര് വരുമ്പോൾ അത് കാണിക്കുന്നു. ഈ പേരില്ല എങ്കിൽ നെയിം നോട്ട് ഫൗണ്ട്. അത് നമ്മുടെ ഫോർമുലയിൽ തന്നെ നമുക്ക് ഓപ്ഷനുണ്ട്. ഇത് 2 ടേബിളാണ്. ഇവിടെ ഒരു ടേബിളുണ്ട്, ഇത് മറ്റൊരു ടേബിളാണ്. നമുക്ക് ഈ ടേബിളിൽ ഞാൻ സെർച്ച് ചെയ്യാണ്. ഇവിടെ നമുക്ക് ജോണിൻ്റെ മാത്സിൻ്റെ മാർക്ക് ഈ ടേബിളിൽ സെർച്ച് ചെയ്യണം. XLOOKUP ജോൺ, ലുക്കപ്പ് അറേ, ഈ റേഞ്ച് കൊടുത്തു. നമുക്ക് കിട്ടേണ്ട മാർക്ക് മാത്സിൻ്റെ ആണ്, ഈ കോളമാണ് വേണ്ടത്. അപ്പോൾ ഈ റേഞ്ച് കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. 80 ഇവിടെ ജോണിൻ്റെ മാർക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നു, 80 എന്നുള്ളത്. ഇൻ കേസ് ഇവിടെ ജോൺ ഇല്ല, ഈ പേര് ഇവിടെ ഇല്ല,
ഈ ടേബിളിലുണ്ട്. ഇവിടെ ജോൺ ഉണ്ട്, ഇവിടെ ജോൺ ഇല്ല. ഇപ്പോൾ ഈ നമ്മൾ കൊടുത്ത ടേബിളിൽ ഈ ടേബിളിൽ ജോൺ എന്ന പേരില്ലാത്തത് കൊണ്ട് ഇവിടെ NA നോട്ട് അവൈലബിൾ എന്ന് വന്നു. നമുക്ക് നെക്സ്റ്റ് ഓപ്ഷനായ ഇഫ് നോട്ട് ഫൗണ്ട് ഉപയോഗിച്ച് അത് നെക്സ്റ്റ് ടേബിളിലേക്ക് സെർച്ച് ചെയ്യാൻ പറയാം. നമ്മളൊരു എക്സ് ലുക്കപ്പ് കൂടി കൊടുക്കുന്നു. എക്സ് ലുക്കപ്പ് പേര് A11ലാണ്. A11 ലുക്കപ്പ് അറേ നമ്മൾ ഇവിടെ ഇല്ലെങ്കിൽ ഈ ടേബിളിലാണ് ചെക്ക് ചെയ്യാൻ പറയുന്നത്. ഈ റേഞ്ച് കൊടുത്തു, റിട്ടേൺ അറേ മാത്സിൻ്റെ മാർക്ക് ഈ കോളമാണ്, അത് കൊടുത്തു എൻ്റർ ചെയ്തു. ഇപ്പോൾ ജോൺ ഇവിടെ ഫസ്റ്റ് സെർച്ച് ചെയ്തു, ഈ ടേബിളിൽ ഇവിടെ ഇല്ല. അപ്പോൾ ഈ ടേബിളിൽ നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നു. ഇതുപോലെ നമുക്ക് എത്ര റേഞ്ച്, ഇത് റേഞ്ച് വേണമെന്നില്ല, നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഷീറ്റിൽ ആവാം. ഇത് ഒരു ഷീറ്റിൽ നോക്കി ആ ഷീറ്റിലില്ലെങ്കിൽ നെക്സ്റ്റ് ഷീറ്റിലേക്ക് ഇതുപോലെ നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സ് ലുക്കപ്പിൻ്റെ ഒറ്റ ഫോർമുലയിൽ തന്നെ നമുക്ക് ഇഫ് നോട്ട് ഫൗണ്ട് എന്നുള്ളതിൽ നെക്സ്റ്റ് എക്സ് ലുക്കപ്പ് ആയിട്ട് കൊടുത്ത് ഇതുപോലെ നമുക്ക് റിസൾട്ട് കിട്ടും. ഇപ്പം ഇവിടെയും ജോൺ ഇല്ലെങ്കിൽ അടുത്ത ഷീറ്റ്, നെക്സ്റ്റ് ഷീറ്റ്, അങ്ങനെ നമുക്ക് ഓരോ ഷീറ്റിലും അത് സെർച്ച് ചെയ്യും. ഇങ്ങനെ നമുക്ക് എക്സ് ലുക്കപ്പ് ഉപയോഗിക്കാം. എക്സ് ലുക്കപ്പിൽ നമ്മൾ ഇഫ് നോട്ട് ഫൗണ്ട് ഓപ്ഷൻ ചെക്ക് ചെയ്തു. നെക്സ്റ്റ് മാച്ച് മോഡിൽ എന്താണ് വരുന്നത് നോക്കാം. ഈ മാച്ച് മോഡിൽ എക്സാക്ട് മാച്ച്, ഇവിടെ വൈൽഡ് കാർഡ് ക്യാരക്ടേഴ്സ് മാച്ച്, ഇതെങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു കമ്പനി പേരുകൾ ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ എന്നെല്ലാം ഉണ്ട്. ഇവിടെ കമ്പനി നെയിം ആപ്പിൾ INC, മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ, ആമസോൺ ഇൻകോർപ്പറേഷൻ, ഇങ്ങനെ ആണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഇവിടെ ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ നെയിമിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് പേര് അതിൻ്റെ ഫുൾ നെയിം ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ഇത് നമുക്ക് എക്സാക്ട് മാച്ച് കൊടുത്താൽ നമുക്ക് നോർമൽ കേസിൽ കിട്ടില്ല. അപ്പോൾ നമുക്ക് വൈൽഡ് കാർഡ് ക്യാരക്ടർ മാച്ച് കൊടുക്കാം. ഇതെങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നത് നോക്കാം. ഈക്വൽ ടു എക്സ് ലുക്കപ്പ് ആപ്പിൾ, ഈ റേഞ്ച് അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ ആപ്പിൾ എന്നുള്ളത് ഇവിടെ ഇല്ല, ഇവിടെ കാരണം ആപ്പിൾ INC ആണ്, അപ്പോൾ മാച്ച് ചെയ്യില്ല. അത് നമ്മൾ D2 എന്നുള്ളതിന് മുന്നേ ആയിട്ട് ഇൻവേർട്ടർ കോമയിൽ സ്റ്റാർ ആൻഡ് D2, വീണ്ടും ഒരു ആൻഡ് ഇൻവേർട്ടർ കോമ സ്റ്റാർ കൊടുക്കും. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ സ്റ്റാർ ഡോട്ട് സ്റ്റാർ അല്ലെങ്കിൽ അങ്ങനെയെല്ലാം സെർച്ച് ചെയ്യില്ലേ, അപ്പോൾ അത് സ്റ്റാർ കൊടുത്തിട്ട് സ്റ്റാർ അതിൻ്റെ മുന്നിലോ അതിന് ശേഷമോ ഒരു കമ്പനി നെയിമിൽ ആപ്പിൾ എന്ന് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫൈൻഡ് ചെയ്യുക. തുടക്കത്തിലോ ലാസ്റ്റിലോ മിഡിലോ എവിടെ ആയാലും ആപ്പിൾ എന്ന പേര് വരുന്നുണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. ഇനി ഇങ്ങനെ കൊടുത്താലും നമുക്ക് എറർ മെസ്സേജ് വരും, കാരണം നമ്മളത് ഇവിടെ എക്സാക്ട് മാച്ചിലാണ് കിടക്കുന്നത്. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ ഇഫ് നോട്ട് ഫൗണ്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, അതല്ല നെക്സ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ വൈൽഡ് കാർഡ് ക്യാരക്ടർ മാച്ച് എന്നുണ്ട്, 2 എന്ന് പറയുന്നത് നമ്പർ 2, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 1397 ആപ്പിൾ ഇവിടെ സെർച്ച് ചെയ്തു, 1397 എന്ന് നമുക്ക് കിട്ടി. വൈൽഡ് കാർഡ് ക്യാരക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് എക്സ് ലുക്കപ്പ് അപ്ലൈ ചെയ്യാം. എക്സാക്ട് നെയിം തന്നെ വേണമെന്നില്ല. F2 പ്രസ് ചെയ്തു, ഇത് സെലക്ട് ചെയ്തു, F4 അപ്ലൈ ചെയ്തു, ലോക്ക് ചെയ്തു. ഇവിടെയും F4 അപ്ലൈ ചെയ്തു, ലോക്ക് ചെയ്തു. ഇത് താഴേക്ക് നമ്മൾ കോപ്പി ചെയ്യുന്നു. അപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ ഇതുപോലെ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ എന്നുള്ളത് സെർച്ച് ചെയ്തു, 1274 നമുക്ക് റിസൾട്ട് കിട്ടി. ആമസോൺ എന്നുള്ളത് 924.52,
അതും കിട്ടിയിരിക്കും. ഇനി അടുത്തായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എക്സ് ലുക്കപ്പിലെ തന്നെ ലാസ്റ്റ് ഓപ്ഷനായ 6th ഓപ്ഷനായ സെർച്ച് മോഡ് എന്നുള്ളതാണ്. സി ഈ സെർച്ച് മോഡിൽ സെർച്ച് ഫസ്റ്റ് ടു ലാസ്റ്റ്, സെർച്ച് ലാസ്റ്റ് ഫസ്റ്റ്, ബൈനറി സെർച്ച്, അസെൻഡിങ്, ബൈനറി സെർച്ച്, സോർട്ടഡ് ഡിസെൻഡിങ് എന്നെല്ലാം ഉണ്ട്. ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സി ഇപ്പം ഇതൊരു നെയിം, ഡിപ്പാർട്ട്മെൻറ്റ്, ഹയർ ഡേറ്റ്. ഇവിടെ ഈ സ്റ്റാഫിനെ ഹയർ ചെയ്ത ഡേറ്റ് സോർട്ട് ചെയ്തിരിക്കുന്നു. അസെൻഡിങ് ഓർഡർ ജാനുവരി, ഫെബ്രുവരി, അങ്ങനെ ഏപ്രിൽ, ജൂൺ, ഈ ഓർഡറിൽ ഇത് സോർട്ട് ചെയ്തിരിക്കുന്നു. സ്റ്റാഫിനെ ഹയർ ചെയ്ത ഡേറ്റ് ആണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അവിടുത്തെ സ്റ്റാഫിൻ്റെ നെയിമാണ്. ഇപ്പോൾ നമുക്ക് കിട്ടേണ്ടത് ലാസ്റ്റ് ജോയിൻ ചെയ്ത സ്റ്റാഫ് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ, അയാളുടെ പേര്, അയാളുടെ ലാസ്റ്റ് ഹയർ ചെയ്ത ഡേറ്റ്. ഇവിടെ ഞാൻ എക്സ് ലുക്കപ്പ് കൊടുത്തു, ഈക്വൽ ടു എക്സ് ലുക്കപ്പ്. നമുക്ക് ഡിപ്പാർട്ട്മെൻ്റ് ആണ് സെർച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, HR ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്. നമുക്ക് ഫസ്റ്റ് ഓപ്പറേഷനാണ്, കോമ. സെർച്ച് ചെയ്യേണ്ടത് ഈ ഡിപ്പാർട്ട്മെൻറ്റിലാണ്, കോമ. എന്നിട്ട് നമുക്ക് റിസൾട്ട് കിട്ടേണ്ടത് ഈ നെയിമാണ്. നമുക്ക് റിസൾട്ട് കിട്ടിയത് സ്കോട്ട് എന്നാണ്. സ്കോട്ട് എന്ന് പറയുന്നത് ഓപ്പറേഷൻസിൽ ഫസ്റ്റ് കാണുന്ന ഓപ്ഷനാണ്. എക്സ് ലുക്കപ്പ് ആയാലും നമ്മൾ വി ലുക്കപ്പ് ആയാലും ആദ്യം കാണുന്ന ഓപ്ഷനാണ് ഡിഫോൾട്ട് ആയിട്ട് അത് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്പറേഷൻസിൽ സ്കോട്ട് എന്ന് ഫസ്റ്റ് വരുന്നതാണ്. പക്ഷെ നമുക്ക് ഫസ്റ്റ് വരുന്നതല്ല, ലാസ്റ്റ് ജോയിൻ ചെയ്തതാണ് നമുക്ക് കിട്ടേണ്ടത്. അതിനായിട്ട് നമ്മളത് ചേഞ്ച് ചെയ്യുന്നു. ഈ ലാസ്റ്റ് ഓപ്ഷൻ ഉണ്ട് ഇവിടെ, സെർച്ച് മോഡ്, സെർച്ച് ലാസ്റ്റ് ടു ഫസ്റ്റ്, അത് -1 എന്നാണ്. -1 കൊടുത്തപ്പോൾ നെയിം മാറി, പാം എന്നായി. ഈ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ലാസ്റ്റ് ഓപ്പറേഷൻസ് വരുന്നത് ഇതാണ്, അത് ഫെബ്രുവരിയിലാണ്, അതിൽ നെയിം പാമാണ്. ഇതുപോലെ നമുക്ക് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും F4 അടിച്ച് ലോക്ക് ചെയ്തു. ഞാനിത് കോപ്പി ചെയ്യുന്നു. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഫൈനാൻസിൽ മൈക്കിളാണ്. ഫസ്റ്റ് ഫൈനാൻസ് ഹാൻസ് ആണ്. താഴെ ഏറ്റവും താഴെ നോക്കുമ്പോൾ ഫൈനാൻസ് മൈക്കിളാണ്. മൈക്കിൾ അങ്ങനെ സെർച്ച് ചെയ്തു. സ്റ്റാൻ മാർക്കറ്റിങ്ങിൽ മാർക്കാണ്. ഇതുപോലെ നമുക്ക് ഫസ്റ്റ് ടു ലാസ്റ്റ് അല്ലാതെ ലാസ്റ്റ് ടു ഫസ്റ്റ് ആ ഓപ്ഷൻ കൊടുക്കാം. അതുപോലെ ഇവിടെ നമുക്ക് അതിൻ്റെ ഡേറ്റ് കിട്ടണം. ഈക്വൽ ടു എക്സ് ലുക്കപ്പ്, ഓപ്പറേഷൻ സെർച്ച് ചെയ്തു. നമുക്ക് കിട്ടേണ്ട റിസൾട്ട് ഹയർ ഡേറ്റ് ആണ്. ലാസ്റ്റ് ഹയർ ചെയ്ത സ്റ്റാഫ്, കോമ, കോമ, കോമ. ഇവിടെ സെർച്ച് ലാസ്റ്റ് ടു ഫസ്റ്റ് -1 എന്നുള്ളത് സെലക്ട് ചെയ്തു. 15 ഫെബ്രുവരി ആണ് പാം സെലക്ട് ചെയ്തത്. പാമിന് ഹയർ ചെയ്ത ഡേറ്റ് 15 ഫെബ്രുവരി. ഇത് നമ്മൾ കോപ്പി ചെയ്യുന്നു, F4 പ്രസ് ചെയ്യുന്നു, ലോക്ക് ചെയ്തു. മൈക്കിൾ 27/6, ലാസ്റ്റ് 27/6 മൈക്കിളിന് ഹയർ ചെയ്തത്. ഇങ്ങനെ നമുക്ക് ഫസ്റ്റ് ടു ലാസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടു ഫസ്റ്റ് ഓപ്ഷൻസ് ചൂസ് ചെയ്ത് എക്സ് ലുക്കപ്പിൽ ഉപയോഗിക്കും. ഇതൊരു സെയിൽസ് എമൗണ്ട് ആണ്, ഇത് സെയിൽസ്മാൻ നെയിമാണ്. ഇവർക്ക് നമുക്ക് കമ്മീഷൻ കൊടുക്കണം. ഈ കമ്മീഷൻ കൊടുക്കുന്നതിന് ഒരു സ്ലാബ് ഉണ്ട്. സെയിൽസ് എമൗണ്ട് 5,000 വരെ ആണെങ്കിൽ 2%, 10,000 ആൻഡ് അബവ് ഉള്ളവർക്ക് 4%, 25,000 ആൻഡ് അബവ് 7%, 50,000 10%, അങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നു. അപ്പോൾ 10,000 ഓർ എബവ്, 10,000 മുതൽ 25,000 താഴെ ഉള്ളവർക്കെല്ലാം ഈ 4% ആണ് കൊടുക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെ എക്സ് ലുക്കപ്പ് ഉപയോഗിച്ച് കണ്ടെത്താമെന്ന് നോക്കാം. എക്സ് ലുക്കപ്പ് ഈ സെയിലിൻ്റെ സ്ലാബാണ് കണ്ടെത്തേണ്ടത്. അപ്പം അത് ലുക്കപ്പ് വാല്യൂ ആൻഡ് ലുക്കപ്പ് അറേ എന്ന് പറയുന്നത് ഈ സെയിൽസിലാണ് ചെക്ക് ചെയ്യേണ്ടത്. അത് ലുക്കപ്പ് അറേ, കോമ. റിട്ടേൺ അറേ എന്ന് പറയുന്നത് ഈ കമ്മീഷനാണ്. നമുക്ക് റിട്ടേൺ ആയി കിട്ടേണ്ടത് ആ കമ്മീഷനാണ്. റിസൾട്ട് നമുക്ക് ഒരു എററായി. കാരണം 48,208 എന്നുള്ളത് ഈ റേഞ്ചിലില്ല.
നമുക്ക് ഇതിന് ഇൻ ബിറ്റ്വീൻ വരുന്ന ഒരു എമൗണ്ട് ആണ് എന്ന് പറയുന്നില്ല. ഈ എമൗണ്ട് ഉണ്ടോ, എക്സാക്ട് മാച്ച് ഉണ്ടോ എങ്കിൽ സെർച്ച് ചെയ്യാനാണ് പറയുന്നത്. ഇത് നോക്കുമ്പോൾ എക്സാക്ട് എമൗണ്ട് ഇല്ല. അപ്പോൾ നമ്മൾ പറയുന്നു കോമ നോട്ട് ഫൗണ്ട് അല്ല. നെക്സ്റ്റ് മാച്ച് മോഡിൽ ഇവിടെ എക്സാക്ട് മാച്ച് ഉണ്ട്. എക്സാക്ട് മാച്ച് ഓർ നെക്സ്റ്റ് സ്മോളർ ഐറ്റം. എക്സാക്ട് മാച്ച് ഓർ നെക്സ്റ്റ് സ്മോളർ ഐറ്റം അത് -1 ആണ്. അപ്പോൾ 0.07 നമ്മൾ പെർസെൻറ്റേജിൽ കൊടുക്കുമ്പോൾ നമുക്ക് 7% കിട്ടും. 48,208 50,000 ഇല്ല. അപ്പോൾ നെക്സ്റ്റ് താഴെയുള്ള സ്ലാബിൻ്റെ 7% ആണ് വരിക. ഇത് നമുക്ക് ഒന്ന് ലോക്ക് ചെയ്ത് നോക്കാം. ലോക്ക് ചെയ്ത് ഫുൾ റേഞ്ചിൻ്റെ ചെക്ക് ചെയ്യാം. ഇവിടെ 100,000 ആണ് ഉള്ളത്. അത് 12%. അതിൽ 100,000 മേലെ വരുന്നു. അപ്പോൾ അതുകൊണ്ട് 12%. 11,092 4%. കാരണം 25,000 താഴെ വരുന്നു. ഇങ്ങനെ നമുക്ക് പെർസെൻറ്റേജ് കിട്ടി. ഇനി നമുക്ക് അതിൻ്റെ കമ്മീഷൻ കാണാം. മൾട്ടിപ്ലൈഡ് ബൈ B2. സെയിലുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കമ്മീഷൻ എമൗണ്ട് കിട്ടും. ഇങ്ങനെയാണ് എക്സ് ലുക്കപ്പിൽ മാച്ച് മോഡ് ഉപയോഗിച്ച് നമുക്ക് ഒരു റേഞ്ച് എക്സാക്ട് മാച്ച് അല്ലാത്ത ഐറ്റംസും അതിൻ്റെ എബവ് ഓർ ബിലോ വരുന്നത് നമുക്ക് ഇതുപോലെ കണ്ടെത്താൻ കഴിയും. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു ഹൊറിസോണ്ടൽ ലുക്കപ്പ് നോക്കാം. നെയിം, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി മാർക്കുകളാണ്. മുകളിലായിട്ട് നെയിമുകൾ കൊടുത്തിരിക്കുന്നു, അതിൻ്റെ മാർക്കുകൾ താഴെ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഈ സാം എന്നുള്ള സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് നമുക്ക് എക്സ് ലുക്കപ്പ് ഉപയോഗിച്ച് സെർച്ച് ചെയ്ത് കിട്ടണം. നമ്മൾ എക്സ് ലുക്കപ്പ് കൊടുത്തു, സാം ലുക്കപ്പ് അറേ, പേര് ഫുള്ള് കൊടുത്തു, കോമ സാമിൻ്റെ മാത്സിൻ്റെ മാർക്കാണ് നമുക്ക് കിട്ടേണ്ടത്. മാത്സ് റിസൾട്ട് റേഞ്ച് ആയിട്ട് അത് കൊടുത്തു. അപ്പോൾ സാം മാത്സിന് 87, സാം 87. ജെന്നിക്ക് മാത്സിന് 19 ആണ് മാർക്ക് വരുന്നത്. നമ്മളിവിടെ ജെനി എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 19 ആയി. ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ലെഫ്റ്റ് റൈറ്റ് നമുക്ക് വി ലുക്കപ്പ്, എച്ച് ലുക്കപ്പ്, ഇൻഡെക്സ്, മാച്ച് എന്നീ എക്സൽ ഫംഗ്ഷനുകളിലെല്ലാം ചെയ്തിരുന്ന ഫങ്ഷൻസ് നമുക്ക് ഒരുമിച്ച് ഒരൊറ്റ ഫംഗ്ഷനിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ എക്സ് ലുക്കപ്പ്. എക്സ് ലുക്കപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.